സുഹൃത്തുക്കളെ, കൽക്കട്ടയിലെ നഗരത്തിലെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന റൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ കൽക്കട്ട നഗരം രാത്രികാലങ്ങളിൽ സുന്ദരമായ കളർ ലൈറ്റുകൾ കൊടുത്ത് അതിമനോഹരമാക്കി വെച്ചിരിക്കുന്ന കൽക്കട്ട സിറ്റി എത്ര മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കണം. രാത്രിയിൽ എന്നുപോലെ രാത്രിയിൽ നമ്മൾ ഇറങ്ങി നടക്കാൻ പലപ്പോഴും നമ്മുടെ സിറ്റികളിൽ നമുക്ക് നടക്കാൻ കഴിയുന്നില്ല. എന്നാൽ കൽക്കട്ട സിറ്റി അതിമനോഹരമാണ്. പകൽ പോലെ അങ്ങനെ വെളുത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. മനോഹരമായ സിറ്റി. ഏത് സമയവും നമുക്ക് നടന്ന് ആ സിറ്റിയിലൂടെ സഞ്ചരിക്കാം. എത്ര മനോഹരമാണെന്നറിയാം. കളർ ലൈറ്റുകൾ കെട്ടിടങ്ങളിലും ടൗണിലെ റോഡുകളിലും എല്ലാം രാത്രി മുഴുവനും കളർ ലൈറ്റ് കൊണ്ട് തിളങ്ങി നിൽക്കുകയാണ്. മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ബംഗാളിൽ ഇത്ര മനോഹരമായ സിറ്റി ഉണ്ടാകാൻ കാരണം ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരുടെ ഐഡിയയാണ് ഈ കൽക്കട്ട നഗരം ഇത്ര മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ രാജ്യക്കാരായിരുന്നെങ്കിൽ ഈ നഗരങ്ങളൊന്നും ഇങ്ങനെ കാണുവാൻ നമുക്ക് കഴിയത്തില്ല. അത്ര മനോഹരമാക്കിയിരിക്കും. നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ യാത്ര ചെയ്താൽ അല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്താൽ ഇതുപോലെയുള്ള സിറ്റികൾ കാണുവാൻ നമുക്ക് കഴിയത്തില്ല. കാര്യം അത്ര മനോഹരമായ രീതിയിൽ കളർ ലൈറ്റുകൾ കൊടുത്ത് നല്ല തിളങ്ങി നിൽക്കുകയാണ്. ചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്ന സിറ്റി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന അത്ര മനോഹരമാണ്. ഈ റൂട്ടൊക്കെ നമ്മളൊന്ന് പോയി നോക്കണം. അപ്പോഴേ നമുക്കതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നഗരത്തിൽ എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലയിടങ്ങളിലൊന്നും ലൈറ്റ് പോലും കാണത്തില്ല. സിറ്റിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ കൽക്കട്ട നഗരം അതല്ല. സുന്ദരമായ കൽക്കട്ട നഗരം രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ മനോഹാരിത എത്ര ഭയങ്കരമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ വേണം സിറ്റികളൊക്കെ നമുക്ക് ചെയ്യുവാൻ. ഇതൊക്കെ കേരളത്തിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഗവൺമെൻറ് നോക്കിയാൽ ഇതുപോലൊക്കെ ചെയ്യുവാൻ കഴിയും. പക്ഷേ പലപ്പോഴും നമ്മുടെ സിറ്റികളിൽ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒന്നുമില്ല. കൂടി ഒരു ലൈറ്റ് കാണും, പോസ്റ്റേ കുറേ ലൈറ്റുകൾ കാണും. അതല്ലാതെ അവിടെയുള്ള കെട്ടിടങ്ങളിലോ റോഡ് സൈഡുകളിലോ സിറ്റികളിലോ ഇത്ര മനോഹരമായി കളർ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു സിറ്റിയും നമ്മുടെ നാട്ടിലില്ല. ഇന്ത്യയിലുടനീളം യാത്ര ചെയ്താലും നമുക്കത് കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ കൽക്കട്ട നഗരം അതല്ല. അതിമനോഹരമായ കൽക്കട്ട നഗരം കാണുവാൻ എത്ര കണ്ടാലും കൊതിക്കാത്ത കൽക്കട്ട നഗരം സിറ്റി എത്ര മനോഹരമാണെന്ന് ഈ കാഴ്ചയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുത്തെ കെട്ടിടങ്ങളിലെല്ലാം ലൈറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കണ്ടോ? അവിടെ കറണ്ടിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. കറണ്ടിന് യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല. 24 മണിക്കൂർ എന്ന് വേണമെങ്കിൽ പറയാം. രാത്രിയിൽ 5:30 മുതൽ രാവിലെ ഏകദേശം 5 മണി വരെയും ഈ ലൈറ്റിൻ്റെ അതിമനോഹരമായ പ്രകാശങ്ങൾ നമുക്ക് കൽക്കട്ട സിറ്റിയിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇത് കാണുന്ന പ്രേക്ഷകർ എന്നെങ്കിലും കൽക്കട്ട നഗരത്തിൽ പോകുന്നുവെങ്കിൽ സന്ധ്യ കഴിഞ്ഞ നഗരം ഒന്ന് ചുറ്റിക്കാണുവാൻ താല്പര്യം കാണിക്കുക. എത്ര മനോഹരമായ രീതിയിലാണ് എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. കെട്ടിടങ്ങളാണ്, നോക്കിയേ, എത്ര സുന്ദരമായ കെട്ടിടങ്ങൾ. അതെല്ലാം ലൈറ്റ് കൊണ്ട്, കളർ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കെട്ടിടങ്ങൾ ചിലതൊക്കെ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഭംഗിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇടയ്ക്കൊക്കെ പഴയ കെട്ടിടങ്ങൾ, അവിടെ പെയിൻറ്റ് പോലും അടിക്കാതെ നിൽക്കുന്ന കെട്ടിടങ്ങൾ നമുക്ക് കാണാം. എന്നാൽ പുതിയ ബിൽഡിങ്ങുകളൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്.
രാത്രിയിലെ ആ നഗര കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം എത്ര കണ്ടാലും മതി വരത്തില്ല അവിടുത്തെ നൈറ്റ് കാഴ്ചകൾ. ഇതിപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയാണ്. ഏകദേശം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിരിക്കുക, കൽക്കട്ട റെയിൽവേ സ്റ്റേഷനിൽ. ഇനി അങ്ങോട്ട് റെയിൽവേ പ്ലാറ്റ്ഫോമിലോട്ടാണ് നമ്മൾ കയറി പോകുന്നത്. എന്തോ തിരക്കാണ് അവിടെ, ഭയങ്കര തിരക്കാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ. ഭയങ്കര സ്റ്റേഷനാണ് അവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലേക്ക് ജോലിക്കായി കടന്നു വരുന്ന ബംഗാളികൾ നോക്കിയേ, അവർ ലൈനായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. കാര്യം കൽക്കട്ടയിൽ തൊഴിൽ കുറവാണ്, അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരെല്ലാം കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേഷനിൽ നിന്ന് ഈ വൈകിട്ടത്തെ ട്രെയിനിൽ കേരളത്തിലേക്കും ചെന്നൈയിലേക്കും ഒക്കെ വരുന്ന ചെറുപ്പക്കാരെയാണ് സ്റ്റേഷൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിറയെ ആൾക്കാർ. ആ രാജ്യത്തൊന്നും വലിയ തൊഴിലുകളില്ലാത്തതുകൊണ്ടാണ് അവിടെയുള്ള ജനങ്ങൾ മൊത്തം തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ച നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ പോലീസ് അവരെ ക്യൂ ആയിട്ട് നിർത്തിയാണ് കമ്പാർട്ട്മെൻറ്റുകളിൽ അവരെ കയറ്റുന്നത്. അല്ലാതെ നമ്മളെ അങ്ങോട്ട് ഇടിച്ചു കയറി, നമ്മളൊക്കെ നാട്ടിലാണെങ്കിൽ ഇടിച്ച്